കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് കടക്കുമ്പോൾ സെഞ്ചുറി അടിച്ച് മുന്നിൽ നിന്ന് നയിച്ചത് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് അസറുദ്ദീനാണ്. അസറുദ്ദീന്റെയും കേരള ടീമിന്റെയും വിജയത്തിൽ ആശംസകൾ നേരുകയാണ്, ആഘോഷിക്കുകയാണ് നാടും നാട്ടുകാരും. അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടും. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയിലേക്ക് ഫൈനലിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കൂടെ ഇപ്പതാ കാസർഗോട്ടുകാർ, അതായത് ഈ ഒരു സെമി ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അസറുദ്ദീന്റെ കുറച്ച് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അസറുദ്ദീന്റെ കുടുംബം അടക്കമുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇവരോടൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം ഇവന്റെ കാര്യങ്ങൾ. ചേട്ടാ, അസറുദ്ദീന്റെ കുടുംബമാണെന്ന് തോന്നുന്നു, സഹോദരനാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇപ്പൊ ഫൈനലിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നു? എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? വലിയൊരു സന്തോഷമാണ്. കൂട്ടായ്മയുടെയും ഈ ഹാർഡ് വർക്കിന്റെയും കേരള ടീമിന്റെ ഹാർഡ് വർക്കിന്റെ വിജയമാണ്. അസറുദ്ദീൻ അടക്കം എല്ലാ താരങ്ങളും വളരെ മികച്ച രീതിയിൽ കളിച്ചിരുന്നു. ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അസറുദ്ദീൻ എന്ന് പറയുന്നത് ഇളയ മകനാണ്. അതായത് 8 സഹോദരന്മാരിൽ ഇളയ മകനാണ് ഈ അസറുദ്ദീൻ. പക്ഷെ അസറുദ്ദീന്റെ പേര് അസറുദ്ദീൻ എന്ന് അല്ലായിരുന്നു, അജ്മൽ എന്നായിരുന്നു. പിന്നീടാണ് നിങ്ങൾ സഹോദരന്മാരാണ് അസറുദ്ദീൻ എന്ന പേരിലേക്ക് മാറ്റിയത്. എന്തായിരുന്നു അത്? 90-95 കാലഘട്ടങ്ങളിലൊക്കെ മുഹമ്മദ് അസറുദ്ദീൻ എന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ, മുമ്പത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ആ താരത്തോടുള്ള ഇഷ്ടം ബഹുമാനം കൊണ്ട് ഉമ്മ ഉപ്പ ഒക്കെ അജ്മൽ എന്ന പേരാണ് നൽകിയിരുന്നത്. പിന്നെ ഞാൻ ദുബൈയിലായിരുന്നു. ആ സമയത്ത് ഉമ്മയോട് പറഞ്ഞു, ഞാൻ ബ്രദേഴ്സൊക്കെ ഉമ്മയോട് പറഞ്ഞു നമുക്ക് മുഹമ്മദ് അസറുദ്ദീൻ എന്നിടാം. അങ്ങനെ മുഹമ്മദ് അസറുദ്ദീൻ എന്നിട്ട്, പക്ഷേ ഇന്ന് വീണ്ടും അസറുദ്ദീന് ചരിത്രം കുറിക്കുകയാണ്. എല്ലാ താരങ്ങളുടെ കൂടെ അസറുദ്ദീൻ മികച്ച 177 എന്ന സ്കോർ നേടി. ക്രിക്കറ്റ് കുടുംബമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ക്രിക്കറ്റ് കുടുംബമാണ് ഞങ്ങൾ. ഈ ക്ലബ്ബും നാട്ടുകാരൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. ജില്ലാ ടീമിലടക്കം കളിച്ച ആളുണ്ട്. എന്തായാലും അസറുദ്ദീന്റെ നാട്ടുകാരെല്ലാം തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഒരുപാട് ആളുകൾ, അസറുദ്ദീന്റെ സഹോദരങ്ങളും ഒപ്പം തന്നെ സുഹൃത്തുക്കളെല്ലാം തന്നെ നമ്മുടെ ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ സന്തോഷത്തിലായിരിക്കും. നാട്ടുകാരനാണ് ഇത്തരത്തിലൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. തീർച്ചയായും അവൻ്റെ അനിയനെ ജസ്റ്റിനെ അസൈനോട് ഞാൻ പറഞ്ഞിരുന്നു, പ്രവചിച്ചല്ല ആഗ്രഹം പറഞ്ഞിരുന്നു, അസറുദ്ദീൻ സെഞ്ചുറി അടിക്കാനും അതുവഴി കേരളം ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് കൂടി റിസൾട്ട് ഉണ്ടായില്ല എന്ന കാര്യം ഉറപ്പാണ് ഈ കളിക്ക്. അതുവഴി കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ഫൈനൽ പ്രവേശിക്കുമെന്ന് ഞാൻ ഇവനോട് പറഞ്ഞതാണ്. അല്ലേ, 5 ദിവസം മുമ്പ്. ചേട്ടാ, എന്ത് തോന്നുന്നു ഈ ഒരു സഹോദരന്റെ ഈ ഒരു ചരിത്ര നിമിഷം? സഹോദരൻ അടക്കമുള്ള ആളുകൾ ചേർന്നുണ്ടാക്കിയതാണ്. സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരും ടീമിന്റെ കൂട്ടായ പ്രയത്നത്തിന്റെ ഭാഗമാണ്. പിന്നെ നാട്ടുകാരും എല്ലാവരും, കേരളത്തിലെല്ലാവരും പ്രാർത്ഥനയും കൂടിയാണ് ഈ ഒരു വിജയം. അച്ഛാ, എന്ത് തോന്നുന്നു? ഈ നാട്ടിലുള്ള ഒരാളാണ് ഇപ്പൊ മികച്ച പ്രകടനം കാഴ്ചവെച്ച് രാജ്യത്തെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത്. സന്തോഷം തോന്നുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അസറുദ്ദീന്റെ കുടുംബമായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, എല്ലാവരും സന്തോഷം. നമുക്കൊരു ഓൾ ദ ബെസ്റ്റ് കൊടുത്താലോ? അസറുദ്ദീനും അതുപോലെ കേരള ടീം നമുക്ക് എല്ലാവരും കൂടെ ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം. ഓക്കെ, എന്തായാലും പ്രിയപ്പെട്ട കേരള ടീമെ, നിങ്ങൾ കപ്പുമായി തിരിച്ചു വരൂ. കേരളക്കാരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.